പ്രായപൂർത്തിയാകാത്ത മകൻ UDF-നായി പ്രചാരണത്തിനിറങ്ങിയതിന് പിന്നാലെ പ്രതികാര നടപടിയുമായി CPM. തൊടുപുഴ കാരിക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ സ്വീപ്പറായി ജോലി ചെയ്തിരുന്ന വിധവയായ നിസ ഷിയാസിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കഴിഞ്ഞ 6 വർഷമായി നിസ ഷിയാസ് കാരിക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക സ്വീപ്പറാണ്. 5000 രൂപയാണ് ശമ്പളം. എന്നാൽ കഴിഞ്ഞ 31-ന് നിസയെ ബാങ്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. നിസയുടെ 15 വയസ്സുള്ള മകൻ നഗരസഭയുടെ 21-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വിഷ്ണു കോട്ടപ്പുറത്തിനായി പ്രവർത്തിച്ചതായിരുന്നു കാരണം. CPM സ്വാധീന മേഖലയിൽ വിഷ്ണു വിജയിച്ചതോടെയാണ് ബാങ്ക് ഭരണസമിതിയുടെ പകപോക്കൽ. ബാങ്കിന്റെ ഇത് സംബന്ധമായി എന്റെ കയ്യിൽ നിന്ന് ഒരു വീഴ്ചയും വന്നിട്ടില്ല. ഈ മകൻ ഇറങ്ങി പ്രവർത്തിച്ചതിന്റെ ഒരു പേര് മാത്രമേ ഉള്ളൂ അതിനകത്ത്. സഹായത്തിനായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ നിസ സമീപിച്ചതാണ്. ജോലിയിൽ തിരികെ പ്രവേശിച്ചുകൊള്ളാൻ CPM നേതാവ് പറഞ്ഞെങ്കിലും ബാങ്ക് നിസയെ അതിന് അനുവദിച്ചില്ല. വേറെ ഒരു വരുമാന മാർഗവും ഇല്ല. എൻ്റെ ഭർത്താവ് മരിച്ചുപോയതാ. 10-11 വർഷമായി മരിച്ചുപോയിട്ട്. ഈ ഒരു മാർഗം കൊണ്ടായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ബാങ്കിലെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വേതനത്തിലാണ് നിസ കുടുംബം പുലർത്തിയിരുന്നത്. ഇതാണ് ബാങ്ക് ഭരണസമിതിയുടെ പ്രതികാരം ഇല്ലാതാക്കിയത്. നിസയ്ക്കെതിരായ നടപടിയെക്കുറിച്ച് തൽക്കാലം പ്രതികരിക്കാൻ ഇല്ല എന്ന നിലപാടിലാണ് ബാങ്ക് ഭരണസമിതി. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.